കൊണ്ടാണ് IS പോലെയുള്ള ഭീകരവാദികൾ മുസ്ലിമീങ്ങളെ പേര് എന്തൊരു വിഷമമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ മുസ്ലിമീങ്ങൾ ആ കാര്യത്തിൽ വളരെയധികം ക്രൂശിക്കപ്പെടുകയും ദുഃഖിതരാകുകയും ചെയ്യുന്ന ഒരു ഈ സാഹചര്യം മാറണമെങ്കിൽ പ്രത്യേകമായി ഈ സാഹചര്യങ്ങളിൽ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് യഥാർത്ഥ നബിയെ കണ്ടെത്താൻ മുസ്ലിമീങ്ങളും ശ്രമിക്കണം. ആ എതിരാളികളും യഥാർത്ഥ ഒരു പ്രവാചകനെ കണ്ടെത്താൻ നമ്മൾ സന്നദ്ധരാകണം എന്നതാണ് യഥാർത്ഥ സന്ദേശം എന്താണെന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാക്കാൻ. അപ്പോഴാണ് ഇസ്ലാമിനെയും യഥാർത്ഥ ഒരു പ്രവാചകനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, നമ്മളൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നബിദിന സ്പെഷ്യൽ പരിപാടിയിലേക്ക് സ്വാഗതം. നബിദിന ആശംസകൾ. സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? അബുദാബിയിൽ നിന്ന് നാസർ കാളിമുഖം. നാസർ കാളിമുഖം. നാട്ടിലെവിടെയാണ്? കാളിമുഖം അല്ലേ? കാളിമുഖാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളല്ലേ? നല്ല വിശേഷമാണ്, സന്തോഷാണ്. നമ്മുടെ ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട്, സംസാരിച്ചോളൂ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നാസർ കാളിമുഖം നമ്മളെ അയൽവാസിയാണ്, പറഞ്ഞോളൂ. നിങ്ങളെ നാട് നമ്മുടെ നാട്ടിന്റെ അടുത്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 1500 വർഷങ്ങളായി ലോകത്തിലെ വിവിധ തത്വചിന്തകരും എഴുത്തുകാരന്മാരും മേധാവികളും മതങ്ങളുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും അംഗീകരിക്കുകയും പാടി പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത് ഇന്ന് രാവിലെ തന്നെ മദീനയിൽ നിന്നാണ് ആഘോഷിക്കുന്നത് കണ്ടത്. അങ്ങനെ പല ലോകത്തിലെ സർവ്വ രാഷ്ട്രങ്ങളിലും ഈ നബിദിനം ആഘോഷിക്കുകയാണ് ഇന്ന്. ഇപ്പോ ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ നബിദിനത്തിനോടനുബന്ധിച്ച് KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ഇത് അബുദാബി സമിതിയുടെ നേതൃത്വത്തിൽ 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അബുദാബി സുഡാനി സെന്ററിൽ വെച്ച് നബിദിനത്തിന് വലിയ നബിദിന മഹാസമ്മേളനം നടക്കുകയാണ്. പ്രസ്തുത പരിപാടിയിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളോളം തന്റെ പ്രസംഗത്തിലൂടെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുന്നതിന് വേണ്ടി വിവിധ മതവിശ്വാസികളുടെ പരിപാടികളിൽ സൗഹാർദ്ദ പ്രഭാഷണത്തിന് പങ്കെടുക്കുകയും കർണാടക സ്റ്റേറ്റിൽ വലിയ മാറ്റത്തിന് പടപ്പാട്ട് പാടിയ ഒരു വലിയ സൗഹാർദ്ദത്തിന്റെ വലിയ മാറ്റത്തിന് നാന്ദി കുറിച്ച പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും സംഘാടകനുമായ MSM അബ്ദുൾ റഷീദ് സൈനി കാമിൽ സക്കാഫി അവറുകൾ, അതുപോലെ കർണാടകയിലെ ആത്മീയ നേതൃത്വം, വൈദ്യരോഗം പരാജയപ്പെട്ട് മടക്കിയ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അറിയപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ സക്കാഫി കില്ലൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തങ്ങളവരുകളൊക്കെ പങ്കെടുക്കുന്ന വലിയ ബൃഹത് സമ്മേളനം അബുദാബി സുഡാനി സെന്ററിൽ 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുകയാണ്. സന്തോഷകരമായത് പരിസമാപ്തി കാണാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും പരിപാടിയിലേക്ക് നേരെയാണ്. അതിനോടനുബന്ധിച്ച് KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ അബുദാബിയുടെ എല്ലാവിധ ആശംസകളും നബിദിനത്തിന് വേണ്ടി നിങ്ങളുടെ റേഡിയോത്തിലേക്ക് അറിയിക്കുകയാണ്. വളരെ സന്തോഷം നാസർ. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഉസ്താദ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. നബിദിന സന്ദേശമായി ഒരു സന്ദേശത്തിലുപരി, ഒരു അനുസ്മരണത്തിലുപരി ആഘോഷം ഏതൊക്കെ തരത്തിലാണ് നമ്മളിപ്പോ ആഘോഷിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ആ ആഘോഷത്തിന്റെ അതിർവരമ്പുകൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കേണ്ടത്? ആഘോഷം തന്നെ വേണോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് നമുക്കിവിടെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മറ്റൊരു വിഷയം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് യോഗാടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോ ഇമാറാത്തിൽ ഇന്ന് ലീവാണ്, നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീവാണ്. ഞാനൊരു ഔഖാഫില് വലിയ സേവകനായി അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഔഖാഫിന്റെ ഡയറക്ടറുടെ നേതൃത്വത്തിൽ നാളെ അബുദാബിയിലെ നാഷണൽ തിയേറ്ററിൽ വിപുലമായ പരിപാടി ഔഖാഫിയുടെ മതകാര്യ വകുപ്പ് നടത്തുന്നുണ്ട്. ഈ നിലക്കുള്ള എല്ലാവിധ പരിപാടികളും എല്ലാ ലോകത്തും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആഘോഷങ്ങൾ കൊണ്ട് പ്രധാനമായും മുസ്ലിമീങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ച സമാധാന അന്തരീക്ഷം എന്താണെന്നും അവിടുത്തെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ചിന്താഗതികളും എന്തായിരുന്നു എന്ന് വേണ്ടുന്ന രൂപത്തിൽ പഠിക്കുന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹം പിന്മാറാൻ തുടങ്ങിയപ്പോ ഇത് പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരങ്ങളാണ് ഈ ആഘോഷങ്ങൾ കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിക്കുന്നത് എന്നല്ലാതെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുക എന്നതുമല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല. എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എപ്പോഴും ഹൃദയത്തിൽ ഹയ്യും ഫീ ഖുലൂബിന, ഹൃദയത്തിൽ ചേർത്തി വെക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിന്റെ പേര് ഒരു മിനിറ്റ് പോലും ലോകത്ത് നിന്ന് വിസ്മരിച്ചു പോകുന്നില്ല. എല്ലാ നിലക്കും എല്ലായിടങ്ങളിലും സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ഒരു അനുസ്മരണ ആവശ്യമൊന്നും ഇങ്ങനെ നബിദിനാഘോഷം നടത്തേണ്ടതുമില്ല. നമുക്കത് അറിയാവുന്നതാണ്. ലോകത്ത് കഴിഞ്ഞു പോയ ഏതാനും ചില മഹാപുരുഷന്മാരുടെ പ്രതിമകൾ പല രാഷ്ട്രങ്ങളിൽ നമുക്ക് കാണാം. നമ്മുടെ നാടുകളിലും എല്ലായിടങ്ങളിലും ചില റോഡുകൾക്ക് പേര് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തിത്വങ്ങളുടെ പേരിൽ പേര് വെക്കാറുണ്ട്. അവരുടെ അനുസ്മരണ ലോകത്ത് നമ്മൾ ചരിത്രത്തിന്റെ ഈ നൂറ്റാണ്ടുകൾ 1500 വർഷങ്ങളോളം പിന്നിട്ട് ഈ നീണ്ട ചരിത്രത്തിന്റെ പിന്നാലെ പോയാൽ നമുക്ക് എവിടെയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിമ, അവിടുത്തെ ചിത്രങ്ങൾ ലോകത്ത് ഒരാളെ കൊണ്ട് വരക്കാൻ കഴിയില്ല. ഇപ്പോൾ ലോകത്ത് ഏതാനും ചില പ്രതിമകൾ തകർത്തതിന്റെ പേരിലാണ് യുദ്ധം നടക്കാൻ തയ്യാറാണെങ്കിൽ റസൂലുള്ളാഹിന്റെ പ്രതിമയോ ചിത്രത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചാലാണ് മുസ്ലിമുകൾ അതിന് യുദ്ധത്തിന് പുറപ്പെടുന്നത്. അത്രയേറെ ആ ചിത്രത്തെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പ്രതിമകൾ ഒരിക്കലുമില്ല. റോഡുകൾക്കോ യൂണിവേഴ്സിറ്റികൾക്കോ റസൂലുള്ളാഹിന്റെ പേരിടാറില്ല. എന്തേ? അത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന വിശ്വാസികളുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിലിരിക്കുന്ന രാജാവാണ്. അതുകൊണ്ട് തന്നെ ഒരു അനുസ്മരണത്തിന്റെ പരിപാടിയില്ല. രൂപത്തിലുപരിയായി അദ്ദേഹത്തിന്റെ സന്ദേശവും അദ്ദേഹത്തിന്റെ ജീവിതവുമാണ് മാതൃകയാക്കേണ്ടത്. അത് പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ആഘോഷങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കാലത്ത് ജീവിച്ച, പ്രത്യേകിച്ച് UAE നാഷണൽ ഡേ ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചുകൊണ്ട് അടുത്ത കാലത്തൊക്കെ ജീവിച്ചുപോയ രാജാക്കന്മാരിൽ പ്രമുഖനായ ഒരാളാണ് മഹാനായ ശൈഖ് സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൽ നിന്നും പ്രവാചകനെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം പഠിച്ച പ്രവാചകരിൽ നിന്നാണ് അദ്ദേഹം ഈ സന്ദേശവും ആശയവും ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 200ഓളം രാഷ്ട്രക്കാർ ജീവിക്കുന്ന ഇവിടെ മതത്തിന്റെയോ കളറുടെയോ യാതൊരു പ്രശ്നങ്ങളില്ല. എല്ലാവർക്കും സ്നേഹം നൽകുക എന്നുള്ള വലിയൊരു ആശയം മഹാനായ ശൈഖ് സായിദിന്റെ ഹൃദയത്തിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പഠിച്ചതുകൊണ്ടാണ്. ഈ നിലക്കാണ് രാജാക്കന്മാരും പ്രജകളും എല്ലാവരും നബിയെ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ഇവിടെ വർഗീയതയില്ല, എതിർപ്പില്ല, വിഷമമില്ല. എന്റെ കൂടെ താമസിക്കുന്നവൻ ആരാകട്ടെ, അവന്റെ ആശയം എന്തോ ആകട്ടെ, എനിക്ക് യാതൊരു വിഷമവും അവനോടില്ല. എല്ലാവർക്കും നൽകുക, ആരെയും വിഷമിപ്പിക്കേണ്ട, ഒരു ജീവിയെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന ചിന്താഗതിയിലേക്ക് ആളുകളെ, വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ആഘോഷങ്ങളിലൂടെ ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രധാനമായ ഉദ്ദേശിച്ചത്. ബാഹ്യപരമായ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമായ ചില ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾക്ക് ഉപരിയായി അർത്ഥവത്തായ ഒരു സംഭവമാണ് ഇതിലൂടെ നടക്കാൻ. സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയട്ടെ, നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ, നമുക്ക് ആശംസിക്കാം. നമുക്കൊരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ. നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇതാരാണ്? പേര് ഒന്നുകൂടി പറയാമോ? ഹമീദ് പെരപ്പ, ICFന്റെ നാഷണൽ നോളജ് സെൽ പ്രസിഡന്റാണ്. പറഞ്ഞോളൂ. പെരപ്പ അബ്ദുൽ ഹമീദ് സാർ, ICFന്റെ UAE നാഷണൽ എന്താ പറഞ്ഞത്? നോളജ് സെൽ പ്രസിഡന്റ്. നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങേക്ക് നമ്മുടെ ഈ സ്പെഷ്യൽ പരിപാടിയിൽ ചെറിയൊരു വിഷയം നമ്മൾ അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത മാർഗങ്ങളും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ഇന്നത്തെ കാലിക പ്രസക്തമായ ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അതിലേക്ക് എന്താണ് അങ്ങേക്ക് പങ്കുവയ്ക്കാനുള്ളത്? ആദ്യമായി ഈ ഒരു സംരംഭത്തിന് തയ്യാറായ പ്രവാസി ഭാരതിന്റെ അണിയറ ശില്പികളെ അഭിനന്ദിക്കുന്നു. അതിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നബിദിനാശംസകൾ നേരുകയാണ്. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് ലോകത്തിനാകമാനം അനുഗ്രഹമാണെന്നാണ്. ഇത് കേവലം ഒരു വാചികമായ പ്രയോഗമല്ല, മറിച്ച് പ്രവാചകരുടെ ജീവിതവും ദർശനവും ഒക്കെ വിലയിരുത്തുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും. വിശ്വാസികൾക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യർക്കും, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും, അത് ഈവൻ ചെടികൾക്കും അതുപോലെ തന്നെ പാറ കഷ്ണങ്ങൾക്ക് പോലും പ്രവാചകരുടെ തലോടൽ, പ്രവാചകരുടെ ദർശനങ്ങൾ അനുഗ്രഹമായിട്ടുണ്ട് എന്ന് അത് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ ലോകത്ത് നടക്കുന്ന അസഹിഷ്ണുതയ്ക്കും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഒക്കെ പ്രവാചകരുടെ ദർശനങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ ദർശനങ്ങൾ ഒരു മതത്തിന്റെ ആശയമായി കാണാതെ ലോകസമാധാനത്തിനും അതുപോലെ തന്നെ ശാന്തിക്കുമൊക്കെയുള്ള ഒരു വലിയ പാഠങ്ങളായി നാം ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും ലോകത്തിന്
പ്രവാചകന്റെ ദർശനങ്ങൾ അനുഗ്രഹമാണ് എന്ന് നമുക്ക് നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയും. അതെ അതെ, തീർച്ചയായും. ഓക്കെ, താങ്കളുടെ ആശയങ്ങൾ പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷം. നന്ദി, വിളിച്ചതിൽ സന്തോഷം. ഉസ്താദ്, നമ്മുടെ മാതാപിതാക്കളോട് മറുത്ത് അല്ലെങ്കിൽ വെറുത്ത് ഒരു വാക്ക് പോലും പറയരുതെന്ന് നമ്മളെ പഠിപ്പിച്ച സ്നേഹപ്രവാചകൻ, അതുപോലെ കളവ് പറഞ്ഞത്, കളവ് ചെയ്തത് തന്റെ മകളാണെങ്കിൽ കൂടിയും കൈ മുറിക്കുക അല്ലെങ്കിൽ ശിക്ഷ നൽകുക തന്നെ വേണമെന്ന് പറഞ്ഞ നീതിമാൻ, സ്ത്രീ എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ടവളും ആദരിക്കപ്പെടേണ്ടവളുമാണെന്ന് നമ്മെ പഠിപ്പിച്ച പ്രവാചകൻ, പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് സമൂഹത്തിന്റെ നിലനിൽപ്പെന്നും പെൺമക്കളുള്ള കുടുംബമാണ് ഉത്തമ കുടുംബമെന്നും പഠിപ്പിച്ച പ്രവാചകൻ, ഒരാളോട് പുഞ്ചിരിച്ചാൽ അത് തന്നെ വലിയൊരു ധർമ്മമാണ്. നിനക്ക് നിന്റെ മതം, അവർക്ക് അവരുടെ മതം, മറ്റു മതങ്ങളെ പരിഹസിക്കരുതെന്നും പഠിപ്പിച്ച പ്രവാചകൻ, പിതാവിന്റെ വിയർപ്പ് കുടുംബത്തിന്റെ നിലനിൽപ്പാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അതുപോലെ ഭർത്താവിനെ ശപിക്കാതിരിക്കുകയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതിരിക്കുകയും ഭാര്യയെ നോട്ടം കൊണ്ടുപോലും വിഷമിപ്പിക്കുകയും പഠിപ്പിച്ച കുടുംബനാഥനാണ് അദ്ദേഹം. മാതാവിന്റെ കാൽച്ചുവട്ടിലാണെന്ന് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അയൽവാസി പട്ടിണി കിടന്നാൽ തന്റെ വയറ് നിറക്കരുതെന്ന് തങ്ങളുടെ നിറക്കരുതെന്ന് പഠിപ്പിച്ച, കൽപ്പിച്ച, അതിൽ ജാതി പോലും നോക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ഇങ്ങനെ മരണം മുന്നിൽ കണ്ടപ്പോഴും എന്റെ സമുദായം എന്ന് വിലപിച്ച, പ്രാർത്ഥിച്ച, കരഞ്ഞ, പകരമില്ലാത്ത നേതാവ് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അല്ലെ? അതെ, അതാണ് ലോകം ഇന്ന് ഉൾക്കൊള്ളേണ്ടത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ വകയില്ലാത്ത, അവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനനം. അതെ, അവിടെ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ ഏത് വർഗ്ഗക്കാരാവട്ടെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം വകവെച്ചു തന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അക്കാലത്തിലുള്ള മദ്യത്തിന്റെ വർധനവ് ചരിത്രത്തിൽ കാണാം. മദ്യം കുടിച്ച് അവസാനം മരണത്തോടടുക്കുന്ന സമയത്ത് പോലും സന്താനങ്ങളെ വിളിച്ചിട്ട് അവസാനമായി അവർക്ക് പറയാനുള്ളത് ഒരു മുന്തിരിവള്ളി ഈ ശവകുടീരത്തിന്റെ മേലെ നട്ടുപിടിപ്പിക്കണം എന്നാണ്. ആ മുന്തിരിവള്ളിയുടെ വേരെങ്കിലും താഴോട്ട് വന്നിട്ട് വല്ലതും അതിൽ നിന്ന് ഊമ്പിക്കടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥ പോലും ചിന്തിച്ചിരുന്ന ഈ സമൂഹത്തിലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നിട്ട് ഈ ചുരുങ്ങിയ വർഷത്തിൽ പൂർണ്ണമായ മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിഞ്ഞ ലോകത്തെ ഏക നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രഖ്യാപനം വന്നതോടുകൂടി മദീനയിൽ കള്ളിന്റെ ചഷകങ്ങൾ തട്ടിയൊടിച്ച് അവിടെ വലിയ സമുദ്രം പോലെ കള്ളുകൾ ഒഴുകിയെന്ന് ചരിത്രത്തിൽ കാണാം. ഇത്രയേറെ ഏതൊരു വിഷയം നോക്കിയാലും കുട്ടികൾക്ക് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ മക്കളോട് കാണിച്ച സ്നേഹത്തിന്റെ അതൊക്കെ പറയാനുള്ള അവസരങ്ങളില്ല. എപ്പോഴും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ പല രാജാക്കന്മാരും പല പ്രമുഖരും വലിയ 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 ധനാഢ്യന്മാരോട് കൂടെ കോർപ്പറേറ്റിന്റെ കൂടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാനുള്ള അതിശീഘ്രമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് സാധുക്കളോട് കൂടെയാണെന്നാണ്. സാധുക്കളോടൊപ്പമാണ് എന്നെ നിങ്ങൾ തെരഞ്ഞുപിടിക്കേണ്ടത്, തിരയേണ്ടത്. അവിടെ ഞാനുണ്ടാകും. അങ്ങനെ സാധുക്കൾക്ക് വേണ്ടി പോരാടിയ തൊഴിലാളിക്ക് അദ്ദേഹം ജോലി ചെയ്തതിന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് തൊഴിലാളിക്ക് ഉപദേശത്തെ ഏൽപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ സർവ്വർക്കും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നും ഒരു മതക്കാരെയും വിഷമിപ്പിക്കരുതും ഒരു മതത്തിനെതിരെ എന്തിനധികം പറയണം, നിന്റെ സുഹൃത്തിനെതിരെ കൊല്ലുന്നത് പോകട്ടെ ആയുധം എടുത്തുകൊണ്ട് സഹോദരനെതിരെ ചൂണ്ടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ലോക നേതാവായ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് ഒരിക്കലും ഭീകരവാദികളാകാനോ അല്ലെങ്കിൽ ശത്രുക്കളായി നിൽക്കാനോ ഒരിക്കലും പാടില്ല, കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥ പ്രവാചകനെ കണ്ടെത്താനുള്ള ശ്രമമാണ് മുസ്ലിം ഉമ്മത്ത് പ്രധാനമായും നടത്തേണ്ടത്. ഈ നിലക്ക് തന്നെ ശത്രുക്കൾ ആരെങ്കിലും എഴുതി വെച്ച എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു നബിയെ കാണാതെ പൂർവ്വസൂരികളിൽ ഗ്രന്ഥങ്ങളിൽ നിന്നും പണ്ഡിതന്മാർ മഹത്തുക്കളിൽ നിന്നും മഹാനായ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഒന്നുകൂടി ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക പ്രബോധനത്തിൽ മുഖ്യ പങ്കുവഹിച്ച മഹാനാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുൽ ചിശ്തി അൽ അജ്മീരി. അപ്പൊ അജ്മീറിലെ ഷെയ്ഖിന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് ഇന്നും പറയാം അജ്മീറിന്റെ അവസ്ഥ എന്താണ്. ഇന്നും അവിടെ ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളാണ്. അവിടെ വന്ന് സന്ദർശിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളാണ്. ആ രാജ്യത്ത് കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. കാരണം എന്തേ, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയ മഹാന്മാർ അനുയായികൾക്ക് ഇട്ടുകൊടുത്തിട്ടില്ല. ഈ നിലക്ക് സമാധാനാന്തരീക്ഷത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസ്ഥാവിശേഷണം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ നബിദിന മജ്ലിസുകളും ആഘോഷങ്ങളും ഒക്കെ കാരണമാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ സന്തോഷം നിങ്ങളുടെ ഒരു അവസരം പങ്കുവെക്കാനുള്ള അത് ഈ നമ്മൾ പ്രധാനമായും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താൻ ആകാവുന്ന പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും, അതിൽ മുസ്ലിമുകൾ എന്നല്ല എല്ലാവരും യഥാർത്ഥ പ്രവാചകനെ നമ്മൾ കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തണം എന്നൊരു സന്ദേശം മാത്രം നൽകിക്കൊണ്ട് സമയം. അതെ, തീർച്ചയായിട്ടും
നമുക്ക് ഒരു ശ്രോതാവ് കൂടി അവസാനമായി പങ്കുചേരുന്നു. ഹലോ, ഹലോ, അസ്സലാമലൈക്കും. ധാരാണ് ഞാനിത് ദോഹ ഖത്തറിൽ നിന്നാണ്. ഖാലിദ് ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ് റാഹത്തനാണ്. നിങ്ങളെ പരിപാടി തെരഞ്ഞെടുത്തപ്പോൾ മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷവും സമാധാനമുണ്ട്. ഞങ്ങൾക്കും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും നിങ്ങളോട് ഇങ്ങനെ സംവേദിക്കാൻ കഴിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷം. ഓക്കെ സാർ, പറഞ്ഞോളൂ. ദോഹ ഖത്തറിൽ എവിടെയാണ്? നബിദിനാശംസകളും എല്ലാവർക്കും നേരുന്നു. ഓക്കെ മഷ്കൂർ. നാട്ടിലെവിടെ? ഞാൻ നാട്ടില് വയനാട് ജില്ലയിലാണ്. ഇൻഷാ അല്ലാഹ് തിരിച്ചും ആശംസയും സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ഞാൻ നിർത്താൻ പോവുകയാണ്. മഹബത്തുൽ, ഈ സ്നേഹം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിൽ നിന്നാണ് ആ റസൂലുള്ളാഹിനെ നമുക്ക് പിന്തുടരാൻ കഴിയുക. സ്നേഹം കുറഞ്ഞിടത്ത് വെറും ചരിത്രം പഠിക്കുന്നിടത്താണ് അപകടം സംഭവിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കുന്ന സമയത്ത് ആ സ്നേഹിക്കണമെങ്കിൽ വിവരം വേണം. ആ വിവരത്തിൽ നിന്നാണ് സ്നേഹം വരിക. ആ സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് കൂടുതൽ അങ്ങോട്ടേക്കുള്ള പ്രേമം വർദ്ധിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥ നബിയെ കണ്ടെത്താൻ കഴിയുകയും സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായി ചെയ്യാനും കഴിയുന്നത്. അതിന് പ്രധാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ നമ്മൾ പരമാവധി വർദ്ധിപ്പിച്ച് മുസ്ലിമീങ്ങൾ പറയണം. നന്നായി സ്വലാത്തുകൾ നന്നായി ചൊല്ലണം. റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ലോകത്തുള്ള സർവ്വ മിമ്പറുകളിലും എല്ലാ ആഴ്ചകളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഖതീബുമാരും മുസ്ലിമീങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. അത് ലോകത്ത് ഈ നിലനിൽക്കുന്ന കാലത്തോളം റസൂലുള്ളാഹിയുടെ മദ്ഹും സ്വലാത്ത് നിലനിൽക്കുന്ന കാലത്തോളം സമാധാന അന്തരീക്ഷം ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകും. അല്ലാതെ വരുമ്പോൾ വിഷമങ്ങൾ വരും. അല്ലാഹു എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലതിനോട് പിന്തുടരാനും നാഥൻ അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു സന്തോഷവും ആശംസയും എന്റെ വകയായി ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെയും ഒക്കെ വക നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനമായി ഉസ്താദ്, മരണവേദനയിൽ പോലും തന്റെ ഉമ്മത്തികൾക്കായി പ്രാർത്ഥിക്കുകയും വേദനിക്കുകയും ചെയ്ത തൗഹീദിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ സന്ദേശവാഹകൻ ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ 100 സ്വലാത്തും സ്വലാമും അഭിവാദനങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം ഈ സ്പെഷ്യൽ പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് കുറേയധികം വിജ്ഞാനത്തിന്റെയും സ്നേഹ സംവാദത്തിന്റെയും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച പണ്ഡിതനും വാഗ്മിയുമായ ജനാബ് ഹമീദ് സാദി ഈശ്വരമംഗലത്തിനും പരിപാടിയിൽ വിളിച്ച് സ്നേഹ സംവാദത്തിൽ ഏർപ്പെട്ടതും കേട്ടതുമായ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദിയും മിലാദി ഷരീഫ് ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ നിന്നും വിടവാങ്ങുന്നു. നസീർ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.